സമയം മലയാളം സ്പോർട്സിലേക്ക് സ്വാഗതം. 2026 T20 ലോകകപ്പിന് വേദിയാകാൻ ഇന്ത്യയും ശ്രീലങ്കയും തയ്യാറെടുക്കുമ്പോൾ ക്രിക്കറ്റ് ലോകത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി ഇന്ത്യയിൽ നടക്കേണ്ട തങ്ങളുടെ ലോകകപ്പ് മത്സരങ്ങൾ ഇവിടെ നിന്ന് മാറ്റണമെന്ന് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ICCയോട് ആവശ്യപ്പെട്ടതായാണ് വിവരം. വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് തങ്ങളുടെ ഈ ആവശ്യം ഔദ്യോഗികമായി തന്നെ ICCയെ അറിയിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നതിൽ സുരക്ഷാപരമായ ആശങ്കകൾ ഉണ്ടെന്നാണ് BCB വ്യക്തമാക്കുന്നത്. ഈ വിഷയം ICC ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ICC ഇക്കാര്യത്തിൽ ഒരു നിർണായക തീരുമാനം എടുത്തേക്കാം. നിലവിലെ ഷെഡ്യൂൾ പ്രകാരം ബംഗ്ലാദേശിന് ഇന്ത്യയിൽ 4 ഗ്രൂപ്പ് മത്സരങ്ങളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ വെസ്റ്റ് ഇൻഡീസ്, ഇറ്റലി, ഇംഗ്ലണ്ട് എന്നിവർക്കെതിരെ 3 മത്സരങ്ങൾ, പിന്നെ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നേപ്പാളിനെതിരായ ഒരു മത്സരം. ഈ മത്സരങ്ങളെല്ലാം ഇന്ത്യയിൽ നിന്ന് മാറ്റി മറ്റൊരു വേദിയിൽ നടത്തണമെന്നാണ് ബംഗ്ലാദേശിന്റെ ആവശ്യം. ഫെബ്രുവരി 7 മുതൽ മാർച്ച് 8 വരെയാണ് ടൂർണമെന്റ് നടക്കുന്നത്. ഇനി ബംഗ്ലാദേശിന്റെ ആവശ്യം ICC അംഗീകരിച്ചാൽ എവിടേക്കാകും ഈ മത്സരങ്ങൾ മാറ്റുക? ശ്രീലങ്ക ഈ ലോകകപ്പിന്റെ സഹ ആതിഥേയരായതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിന്റെ മത്സരങ്ങൾ ശ്രീലങ്കയിലേക്ക് മാറ്റാനാണ് സാധ്യതയുള്ളത്. ടൂർണമെന്റ് ഷെഡ്യൂളിന്റെ കാര്യത്തിലും നടത്തിപ്പിന്റെ കാര്യത്തിലും പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതായി വരും. ടിക്കറ്റിംഗ് പ്ലാനുകളിലും ലോജിസ്റ്റിക്സിലും വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ഇന്ത്യയിലെ സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ച് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ഉന്നയിക്കുന്ന ആശങ്കകൾക്ക് പിന്നിൽ IPLുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയമാണ് കാരണമായി പറയപ്പെടുന്നത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് താരമായിരുന്ന മുസ്തഫിസുർ റഹ്മാനെ റിലീസ് ചെയ്യണമെന്ന് BCCI ആവശ്യപ്പെട്ടതാണ് BCBയെ കടുത്ത നടപടികളിലേക്ക് കടക്കാൻ പ്രേരിപ്പിച്ചത്. 9.2 കോടി രൂപക്ക് താരലേലത്തിലൂടെ കൊൽക്കത്ത സ്വന്തമാക്കിയ മുസ്തഫിസുറിന് പകരക്കാരനെ എടുക്കാൻ BCCI ഫ്രാഞ്ചൈസിക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ വലിയ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. ഇതോടൊപ്പം IPL ടീമുകളിലെത്തിയ ഏക ബംഗ്ലാദേശ് താരമായ മുസ്തഫിസുർ റഹ്മാനെ കളിപ്പിക്കാൻ അനുവദിക്കരുതെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ഇതോടെയാണ് ഇക്കാര്യത്തിൽ BCCI ഇടപെട്ടത്. താരത്തെ റിലീസ് ചെയ്യാൻ ആവശ്യപ്പെട്ട കാര്യം BCCI സെക്രട്ടറി ദേവജിത്ത് സൈക്കിയ സ്ഥിരീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ബംഗ്ലാദേശ് ലോകകപ്പ് കളിക്കാൻ ഇന്ത്യയിലേക്ക് എത്തില്ലെന്ന് വ്യക്തമാക്കിയത്. മാത്രമല്ല IPLൽ കളിക്കാനുള്ള മുസ്തഫിസുർ റഹ്മാന്റെ NOC റദ്ദാക്കിയതായും സൂചനയുണ്ട്. എന്തായാലും ലോകകപ്പിന് ഇന്ത്യയിലേക്ക് ഇല്ലെന്ന ബംഗ്ലാദേശിന്റെ ആവശ്യത്തിൽ ICC കൂടുതൽ ഔദ്യോഗിക വിശദീകരണങ്ങളൊന്നും നൽകിയിട്ടില്ല. ICCയെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതായി വരും. നേരത്തെ പാകിസ്ഥാനിലേക്ക് ഇന്ത്യ പോകില്ലെന്ന നിലപാടെടുത്തതോടെ ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിലേക്ക് മാറ്റിയിരുന്നു. T20 ലോകകപ്പിൽ പാകിസ്ഥാന്റെ മത്സരങ്ങളെല്ലാം ശ്രീലങ്കയിലാണ് നടക്കുക. അടുത്തിടെ സമാപിച്ച വനിതാ ഏകദിന ലോകകപ്പ് കളിക്കാൻ വേണ്ടിയും പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് എത്തിയിരുന്നില്ല. ശ്രീലങ്ക തന്നെയായിരുന്നു പാകിസ്ഥാന്റെ മത്സരങ്ങൾക്ക് വേദിയായത്. ഈ സാഹചര്യത്തിൽ ബംഗ്ലാദേശിന്റെ ആവശ്യം ICC അംഗീകരിക്കാനാണ് സാധ്യത. എന്തായാലും അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഇക്കാര്യത്തിൽ ICCയുടെ തീരുമാനം വരുമെന്നാണ് പ്രതീക്ഷ. ഫെബ്രുവരി 7 മുതൽ മാർച്ച് 8 വരെയാണ് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി T20 ലോകകപ്പ് നടക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും ഒരേ ഗ്രൂപ്പിലാണ് കളിക്കുന്നത്. ഫെബ്രുവരി 15-നാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുക. നെതർലൻഡ്സ്, USA, നമീബിയ എന്നിവരും ഇതേ ഗ്രൂപ്പിലാണ് ഇടം പിടിച്ചിട്ടുള്ളത്. ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ ആവശ്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ സ്പോർട്സ് അപ്ഡേറ്റുകൾക്കായി സമയം മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.